സർ, ഈ അസർബൈജാൻ എന്ന് പറയുന്ന ഒരു ഷിയ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. പക്ഷേ അവരുടെ പിന്തുണ ഇസ്രയേലിനാണ്. അത് മറ്റാർക്കും അധികം അറിയുകയില്ല. ഇറാൻ എന്തെങ്കിലും എതിർപ്പുണ്ടാവില്ല? ഇറാൻ എതിർപ്പ് കഴിഞ്ഞ ദിവസം ഇറാൻ അസർബൈജാനെ അറിയിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതായത് ഖമനേയിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് കമാൽ ഖറാസി, അദ്ദേഹം അസർബൈജാൻ്റെ പ്രസിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, ഓരോരുത്തർ കൗണ്ടർ പാർട്ടിനോടല്ലേ സംസാരിക്കാവൂ. അതെ. അപ്പോൾ ഖമനേയിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് കമാൽ ഖറാസി അസർബൈജാൻ്റെ പ്രസിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഹിക്മത്ത് ഹാജിയേവിനോട് ഈ പ്രതിഷേധം അറിയിച്ചു. അസർബൈജാൻ ഷിയ രാജ്യമായിട്ട് പോലും ഇറാനെയല്ല പരിഗണിക്കുന്നത്, ഇസ്രയേലുമായിട്ടാണ് സഹകരണം. ഇത് ശരിയല്ല. ശാസ്ത്ര ഗവേഷണങ്ങൾ, അത്തരം കേന്ദ്രങ്ങൾ, രണ്ട് രാജ്യങ്ങളും തമ്മിൽ സഹകരണമുണ്ട്, ഇസ്രയേലും അസർബൈജാനും. പിന്നെ ഈ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടല്ലോ, സാമൂഹിക രംഗങ്ങളിൽ, രാഷ്ട്രീയത്തിലൊക്കെ, അതായത് സാമൂഹിക നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സന്ദർശനം നടക്കുന്നുണ്ട് ധാരാളമായിട്ട്. 2 കൊല്ലം മുമ്പ് ടെലവീവിൽ അസർബൈജാൻ എംബസി തുറക്കുകയും ചെയ്തു. ഇതൊന്നും ശരിയായില്ല എന്ന് അസർബൈജാന് ഇറാൻ അറിയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഷിയ രാജ്യം, ഇറാൻ ആണ് പ്രധാനപ്പെട്ട ഷിയ രാജ്യം, പക്ഷേ അതിൻ്റെ അടുത്ത് കിടക്കുന്ന റഷ്യയുടെ പുറകിലൊക്കെ കിടക്കുന്ന അസർബൈജാൻ, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗം, 1991 വരെ ആയിരുന്നല്ലോ ആ ഷിയ രാജ്യം. പക്ഷെ ഒരു സെക്കുലർ ഷിയ രാജ്യമാണത്. അവർ അസർബൈജാൻ ഇസ്രയേലുമായിട്ട് വലിയ സഹകരണത്തിൽ പോകുന്നു, ഇറാനെ മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ 65% ജനസംഖ്യയുടെ 65% ഷിയ ആണ്, 35% സുന്നി. അപ്പോൾ ഷിയകൾക്കിടയിലെ തന്നെ ജാഫറി എന്ന് പറഞ്ഞ സംവിധാനം, ആ മതരീതിയാണ് അവിടെ പിന്തുടരുന്നത്. പിന്നെ സുന്നികളാണെങ്കിൽ ഹനാഫി അല്ലെങ്കിൽ ഷാഫി രീതിയാണ് പിന്തുടരുന്നത്. ഈ സർക്കാരിന് മതപരമായ കാര്യങ്ങളിലൊക്കെ വലിയ നിയന്ത്രണമുണ്ട്. പക്ഷേ ഈ ഇവിടത്തെ പോലെ ഈ ഹിജാബ്, നിക്കാബ് ഇതൊക്കെ ധരിക്കണം എന്ന് പറയുന്ന പരിപാടിയൊന്നും അവിടെയില്ല. സാധാരണ അവരവർക്ക് ഇഷ്ടമുള്ള വേഷമൊക്കെ ധരിച്ച് സഞ്ചരിക്കാം എന്നുണ്ട്. പിന്നെ പടിഞ്ഞാറ്, മധ്യഭാഗം, തെക്ക് ആ മേഖലയിലൊക്കെ ഷിയകൾ വളരെ ശക്തരാണ്. വടക്ക് ഭാഗത്താണ് സുന്നികൾ അസർബൈജാനിലുള്ളത്. പക്ഷേ ഷിയകളും സുന്നികളും മൈത്രിയിൽ ആണ് അവിടെ കഴിഞ്ഞു പോകുന്നത്. സാധാരണഗതിയിൽ അത് ഒരിക്കലും സംഭവിക്കുന്നതല്ല. പിന്നെ സുന്നികളും ഷിയകളും അസർബൈജാൻ്റെ ഹൈദർ മോസ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടുകൂടിയായിരിക്കണം ഇസ്രയേലുമായിട്ട് കൂടുതൽ അവരടുക്കുന്നതും ഈ മതഭരണം ഭീകരമായിട്ടുള്ള ഇറാനുമായിട്ട് അടുക്കാതെ ഇരിക്കുന്നതും. അപ്പോൾ അയൽക്കാരെ പരിഗണിക്കാതെ നിങ്ങൾ ശത്രുവിനെ പരിഗണിക്കുന്നത് ശരിയല്ല എന്ന് ഖമനേയിയുടെ ഉപദേഷ്ടാവ് അസർബൈജാൻ പ്രതിനിധിയോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒടുവിൽ ഈ അസർബൈജാനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജൂത പ്രമാണിയെ $2 ലക്ഷം കൊടുത്തിട്ട് കൊല്ലാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. അത് അസർബൈജാൻ പോലീസ് അത് പൊളിച്ചടുക്കി ആ ശ്രമം. പക്ഷേ ഈ 2 ലക്ഷം കൊടുത്ത് ആ ജൂതനെ കൊല്ലാൻ ഏൽപ്പിച്ചത് ഇറാനാണ് എന്നുള്ളത് അസർബൈജാനിന് വിവരമുണ്ട്. അസർബൈജാനിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അവിടെ ഒരു ജൂതനെ കൊന്നു കഴിഞ്ഞാൽ ഇസ്രയേലിന് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഇവർ തമ്മിലൊരു അകൽച്ച വരും എന്നുള്ള ധാരണയിലാണ് ഇറാൻ അത് ചെയ്തത്. അത് നടന്നില്ല. അപ്പോൾ ഇറാൻ്റെ ഷാറെ ദഫാറെ എംബസി വിളിച്ച്, അതായത് ഇറാൻ്റെ അസർബൈജാനിലെ എംബസിയിലെ ചുമതലക്കാരനെ വിളിച്ചിട്ട് അസർബൈജാൻ പ്രതിഷേധം അറിയിച്ചു. അന്ന് ഇറാൻ്റെ മാധ്യമങ്ങളിൽ അസർബൈജാൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നും ഈ ഷാറെ ദഫാറയെ അറിയിച്ചു അസർബൈജാൻ്റെ പ്രസിഡന്റ് ഇൽഹം അലിയേവ്
ഈ ഇറാൻ്റെ പുരോഹിതൻ സയ്യദ് ഹസൻ അമേലിയെ എതിർത്തിട്ട് പ്രസ്താവനയും ഇറക്കി. അതായത് ഇറാൻ്റെ പുരോഹിതൻ സയ്യദ് ഹസൻ അമേലി എന്ന് പറഞ്ഞയാൾ അസർബൈജാനെതിരെ കുറേ വർത്തമാനം പറഞ്ഞിരുന്നു. അത് ശരിയല്ല, അസർബൈജാനെതിരെ ഒന്നും ഇങ്ങനെ വർത്തമാനം പറയേണ്ടതില്ല എന്ന് അസർബൈജാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ അലിയേവിൻ്റെ നയം ഇസ്രയേലുമായുള്ള ചൂതാട്ടമാണ് എന്നാണ് ഈ ആരോപണം വന്നത്. ഇസ്രയേലുമായിട്ടുള്ളൊരു ചൂതാട്ടം അസർബൈജാൻ പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഗെയിമാണ് എന്നാണ് ഇറാൻ്റെ പുരോഹിതൻ ആരോപിച്ചിരുന്നത്. അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അസർബൈജാൻ. 2022 അസർബൈജാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇറാനിലെ എംബസി തുറക്കുന്നത്. ഒരു നേരത്തെ ഒരു പ്രതിനിധിയെ നിയോഗിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അസർബൈജാൻ. ഈ ഇറാന് വിഷമം തോന്നണ്ടെന്നൊക്കെ തന്നെ വെച്ചിട്ടാണ് റഷ്യക്കും. റഷ്യ ഇറാൻ്റെ കൂടെയാണല്ലോ, റഷ്യയുടെ തൊട്ട് പിന്നിക്കിടക്കല്ലേ അസർബൈജാൻ. അപ്പോൾ രണ്ടുപേരും പിണക്കുണ്ടാന്ന് കരുതിയാണ് എംബസി തുറക്കാറുന്നത്. അപ്പോൾ 2 കൊല്ലം മുമ്പ് എംബസിയും തുറന്നു. അതായത് ബക്കു ആണ് തലസ്ഥാനം അസർബൈജാൻ്റെ. ബക്കുവിൽ ഇസ്രയേലിൻ്റെ എംബസിയും ഉണ്ട്. ഈ ബക്കു എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലും അത്യാവശ്യം പ്രധാനമാണ്. കാരണം ബക്കുവിൽ ഈ MN റോയ് ഇല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി എന്നൊരു വിഭാഗം വിശ്വസിക്കുന്നത്. അവര് കാൺപൂരിലാണെന്ന് CPI വിശ്വസിക്കുന്നു, മറ്റേതാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നു. അപ്പോൾ ബക്കുവിൽ ഒരു സമ്മേളനം ആ കാലത്ത് നടന്നിരുന്നു, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ പങ്കെടുക്കാനായിട്ട് അബനി മുഖർജിയെ പ്രതിനിധിയായിട്ട് MN റോയെ അയക്കുകയൊക്കെ ചെയ്തിരുന്നു. ബക്കു സമ്മേളനം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ പിടിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ തലസ്ഥാനം അസർബൈജാൻ്റെ. അപ്പോൾ ബക്കുവിൽ ഇസ്രയേൽ എംബസി ഉണ്ട്. റഷ്യയുടെ തൊട്ട് പുറകിൽ ചേർന്ന അയൽപക്കത്താണ് അസർബൈജാൻ. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണല്ലോ, സ്വാഭാവികമായിട്ടും. കോക്കസിൻ്റെ പർവ്വതനിരയുടെ അപ്പുറത്തേക്കും അത് നീളുന്നുണ്ട്. ഇസ്രയേലിൻ്റെ 48% എണ്ണ, ഗ്യാസ് ഇസ്രയേലിന് വേണ്ടത്, 48% കൊടുക്കുന്നത് അസർബൈജാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസർബൈജാനെ കൈവിടാനും പറ്റില്ല. ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഇസ്രയേലിൽ ചില കമ്പനികളുമായി ബന്ധപ്പെട്ട് ഒരു 10% ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അസർബൈജാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ മതനിയമങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട്, മുസ്ലിം മതരാഷ്ട്രത്തോടൊക്കെ ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ട്രേഡിൻ്റെ കാര്യം വരുമ്പോൾ അവർ സ്വതന്ത്രമായിരുന്നു. പൊതുവെ സെക്കുലറാണ് എന്നുള്ളത് നമ്മൾ കണ്ടാണല്ലോ. എനിക്കിതിലൊരു കൗതുകം തോന്നിയത്, റഷ്യയിൽ നിന്ന് നമുക്ക് എണ്ണ വാങ്ങാൻ പ്രയാസമാണെന്നിരിക്കട്ടെ, ഇസ്രയേൽ അസർബൈജാനിൽ നിന്ന് വാങ്ങുന്നത് ഇസ്രയേൽ വഴി നമുക്ക് മേടിക്കാമല്ലോ. അത് കുഴപ്പമില്ല, ഇസ്രയേലുമായിട്ട് വലിയ സൗഹൃദമല്ലേ, അങ്ങനെ ചെയ്യാവുന്നതല്ലേ എന്ന് എനിക്ക്. അങ്ങനെയാണ് ഈ അസർബൈജാനെ പറ്റിയൊക്കെ ഞാൻ വായിച്ചത്. ഇസ്രയേലിൻ്റെ ആവശ്യമുള്ള എണ്ണയും ഗ്യാസും ഒക്കെ വരുന്നത് അസർബൈജാനിൽ നിന്നാണ്. അസർബൈജാൻ ഇസ്രയേലിന് കൊടുക്കുക, നമ്മൾ ഇസ്രയേലിൽ നിന്ന് വാങ്ങിക്കാമല്ലോ. അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. പിന്നെ കാസ്പിയൻ കടൽ തീരത്താണ് ഈ അസർബൈജാൻ. കാസ്പിയൻ്റെ കടൽ തീരം ധാരാളമുണ്ട്, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. അവർക്ക് നന്നാകണമെന്നുണ്ടാവില്ലേ. അപ്പോൾ അസർബൈജാനും ഈ അർമേനിയൻ തമ്മിൽ നിരന്തരം സംഘർഷത്തിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ട്. ആ സംഘർഷത്തിൽ ഇറാൻ അസർബൈജാൻ്റെ കൂടെയല്ല. അതുകൊണ്ടും ഇറാനോട് താല്പര്യമില്ല. അസർബൈജാന് വേണ്ട ആയുധങ്ങളൊക്കെ, ഈ എണ്ണയ്ക്ക് പകരം ആയുധങ്ങൾ ഇസ്രയേൽ കൊടുക്കുന്നുണ്ട്. അസർബൈജാന് വേണ്ട ആയുധങ്ങൾ ഒരു ദശകമായിട്ട് ഇസ്രയേലുമായിട്ട് നല്ല ഒന്നാന്തരം ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2016 നെതന്യാഹു അസർബൈജാൻ സന്ദർശിച്ചിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്ദർശനങ്ങളുണ്ട്. സുന്നി രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്ത്, ജോർദാൻ, UAE, ബഹ്റൈൻ, അൽബേനിയ, കൊസോവോ, ഇവരുടെയൊക്കെ എംബസികൾ ടെലവീവിലുണ്ട്. സുന്നി രാജ്യങ്ങളുടെയൊക്കെ ടെലവീവിലുണ്ട്. പിന്നെ ഇസ്രയേൽ അസർബൈജാന് ഒരു ഡ്രോണുകൾ വിറ്റിട്ടുണ്ട്. അത് ഒരു ഇസ്രയേൽ കമ്പനി ആണ് അത് ഡ്രോണുകൾ കൊടുത്തത്. അസർബൈജാന് തുർക്കി വഴി യൂറോപ്പിന് എണ്ണ വിൽക്കാം. അതായത് റഷ്യക്ക് യൂറോപ്പിന് എണ്ണ കൊടുക്കാൻ പറ്റില്ല.
ഉപരോധമുണ്ടല്ലോ. അതെ. പക്ഷെ അസർബൈജാന് യൂറോപ്പിന് എണ്ണ കൊടുക്കാം തുർക്കി വഴി. അത് തുർക്കി വഴി അല്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അസർബൈജാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് പല രാജ്യങ്ങൾക്കും പല രീതിയിലുള്ള പ്രയോജനങ്ങളുണ്ട്. പക്ഷേ ഇറാന് മാത്രമേ ഉള്ളൂ ഈ ഷിയ രാജ്യം എന്ന നിലയിൽ ഇവരിങ്ങനെ കാണിക്കുന്ന പ്രവൃത്തികളുടെ എതിർപ്പുള്ളത്. മറ്റു മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് അതിനെ കണ്ണടച്ച് സ്വീകരിക്കുന്ന രീതിയിലാണ്. ബാക്കി എല്ലാവർക്കും നന്നായിട്ടും കച്ചവടം നടത്തിയൊക്കെ മുമ്പോട്ട് പോകണമെന്നുണ്ട്. ഇറാൻ്റെ അകത്ത് ഒരു വൃത്തികെട്ട മതഭരണമാണ്. അവിടുത്തെ നാട്ടുകാർക്ക് തന്നെ എൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇറാൻ കൊണ്ടുപോയി സിറിയയിൽ നിക്ഷേപിച്ച ശതകോടികൾ മുഴുവൻ വെണ്ണീറായിപ്പോയി. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ ഊർജ പ്രതിസന്ധി ഉണ്ട്. ആളുകൾക്ക് വൈദ്യുതിയൊന്നും കിട്ടുന്നില്ല. പിന്നെ ടെഹ്റാൻ്റെ അവിടുന്ന് തലസ്ഥാനം തന്നെ മാറ്റാൻ ആലോചിക്കുന്നു എന്നും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണ്. അപ്പോൾ ഇതുകൊണ്ട് അസർബൈജാനെ എങ്ങനെയെങ്കിലും നമ്മളും ഇന്ത്യയും ഒന്ന് സ്നേഹത്തിൽ പിടിക്കേണ്ടതാണെന്ന് തോന്നുന്നു. അതായത് വില കുറഞ്ഞ എണ്ണ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.